പ്രശ്നത്തിനകത്ത് അത് ഇടണ്ട. ഞാൻ 1 മണിക്കൂർ അവിടെ പ്രസംഗിച്ചത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ക്ലാരിഫിക്കേഷൻ ക്ലിയറായിട്ട് തരാം. വിവാദം ചെയ്യാം, ഞങ്ങൾക്ക് വിവാദമൊന്നുമില്ലല്ലോ. അത് നിങ്ങൾക്കാ വിവാദം, ഞങ്ങൾക്കാർക്കും വിവാദമൊന്നുമില്ല. നമ്മൾ ആ പ്രശ്നത്തെ പറയണ്ട. വേറെ 2 കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്, അത് കഴിയട്ടെ. പെങ്ങളെ ആ കാര്യം നമ്മുടെ വിഷയമല്ല. നമ്മൾ മുട്ടത്തറയുടെ ഫ്ലാറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുനർഗേഹമാണ്. രണ്ടാമത്തെ കാര്യം, മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനുള്ള വലിയൊരു പ്രൊജക്റ്റ് കേരളത്തിൽ വരാൻ പോകുന്നു. നിങ്ങൾ അത് കേൾക്ക്. നിങ്ങൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമെന്ന് ഞാനീ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ചോദിക്കുന്നുമില്ല. നമ്മുടെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് 27 രാജ്യങ്ങൾ അവരുടെ പ്രതിനിധികൾ, അംബാസഡർമാർ സെപ്റ്റംബർ മാസം 18, 19 കേരളത്തിലേക്ക് വരികയാണ്. ഫിഷറീസ് മേഖലയിൽ ഒരു വലിയ ഇടപെടൽ ഗവൺമെൻറ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിൽ നമ്മൾ സമർപ്പിക്കുന്ന പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും ഒന്നാമത്തെ അംബാസഡറുമായി ഞങ്ങൾ ഡൽഹി പോയി ഞാനും സെക്രട്ടറിയും ഡയറക്ടറും സംസാരിച്ചു. അതിൻ്റെ ഭാഗമായി തുടർച്ചയായി ഞങ്ങൾ ഫ്രാൻസിൽ പോയി അവരുമായിട്ട് സംസാരിച്ചു. തത്വത്തിൽ അവർ നമ്മുടെ വെച്ച പ്രപ്പോസലിനോട് വളരെ സഹകരിച്ചു. അപ്പോൾ അവരൊരു കോൺക്ലേവിന് വേണ്ടി വരാം എന്ന് സമ്മതിച്ചു. അപ്പോൾ ഇപ്പോൾ കോൺക്ലേവിൻ്റെ ഡേറ്റ് അവർ ഫിക്സ് ചെയ്ത് തന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഫിഷറീസ് സെക്ടറിൽ അല്ലെങ്കിൽ അനുബന്ധ മേഖല, ഫിഷറീസ് എന്ന് പറയുമ്പോൾ അനുബന്ധ മേഖല വരുന്ന വ്യവസായം, എഡ്യൂക്കേഷൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവന വികസന മേഖല എല്ലാം ചേർന്ന് ആദ്യമായിട്ടാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് കേരളത്തിൽ ഫിഷറീസ് സെക്ടർ നടക്കുന്നത്. ഇപ്പോൾ 27 രാജ്യങ്ങളിലെ ഇപ്പം തന്നെ 15ഓളം രാജ്യങ്ങളുടെ അംബാസഡർമാർ വരുന്ന കാര്യം നമ്മളെ അറിയിച്ചു കഴിഞ്ഞു. കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലെ വലിയ ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് ഈ മീറ്റിൽ വരികയാണ്. അത് നമ്മുടെ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന നിലയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്യാനുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹികവും സാമ്പത്തികമായ പുരോഗതി, തൊഴിൽപരമായ പുരോഗതി എല്ലാം വിജയിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വലിയൊരു ഇടപെടലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഈ കോൺക്ലേവിലൂടെ ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി നമ്മൾ അതിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രത്യേക വിശദാംശങ്ങളും ഡീറ്റെയിൽസ് എല്ലാം തയ്യാറാക്കി കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. എങ്കിലും ഒരു ശുഭപ്രതീക്ഷ നമുക്ക് ലഭിച്ച ഒരവസരമാണ്. അപ്പോൾ ആ സന്തോഷം ഇതിനിടയിൽ നമ്മൾ കൈമാറണമല്ലോ. അപ്പോൾ നാളെ നിങ്ങൾ പറയത്തില്ലല്ലോ ഇത് പിന്നെ ഞങ്ങളെ അറിയിച്ചില്ല. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി യൂറോപ്യൻ യൂണിയൻ്റെ കോൺക്ലേവിൽ സബ്മിറ്റ് ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് ലീല കോവളം അല്ലേ, ലീല ഹോട്ടലല്ലേ, ലീല ഹോട്ടലിൽ വെച്ചാണ് അതിൻ്റെ 2 ദിവസത്തെ പ്രൊജക്ട് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്.